വീട്ടുകാർ പുറത്താക്കിയില്ലെങ്കിൽ നമുക്കൊരു ബെഡ് സ്പേസും പരിപാടിയൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരണം. ഒന്നും പറയാൻ പറ്റില്ല. ഈ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ ചിലപ്പോൾ നമ്മൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ കാലത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ ഒരു ഐഡിയ ആയിട്ട് വന്നു, നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഫേസ് ഒരു ബിസിനസ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, ബ്രാൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓണറിൻ്റെ ഫേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ ചായയും ദോശയും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറഞ്ഞു നമുക്കൊന്ന് പോഡ്കാസ്റ്റ് ചെയ്യണം. നമ്മൾ പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. അപ്പം തന്നെ അമീൻ കേസിയെ വിളിച്ചു, നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തു. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഒരുപാട് പോഡ്കാസ്റ്റുകൾ നടക്കുന്നുണ്ട്, ടെക്കിൽ നടക്കുന്നുണ്ട്, ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നോളജ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ നീഷാണ്. അതുപോലെ തന്നെ പിന്നെ ഇത് പ്രിപ്പയർഡ് അല്ല കേട്ടോ. ഇത് ഞങ്ങൾ ലൈഫിൽ നടന്ന കേസുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുവിധം പാരൻസിന്റെ ബിസിനസ് റൺ ചെയ്യുന്ന എല്ലാ മക്കളും ഇത് ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഒരു ജനറേഷൻ മുന്നുള്ള എനിക്കും ഇപ്പോൾ നീ ഫേസ് ചെയ്തുകൊണ്ട് നിനക്കും ഇത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ എവർ ഈ പ്രോബ്ലംസ്. അപ്പോൾ ഇത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയുക അല്ലെങ്കിൽ ഒരു പരാതി പറച്ചിലും അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. ഇത് നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആണ്. ഇതിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം, മോശം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നീ ബിസിനസ്സിലോട്ട് ഇപ്പോൾ ഇറങ്ങി ഓൾമോസ്റ്റ് കോഴ്സ് കഴിഞ്ഞു, നീ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ നിനക്ക് മേജറായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ എന്താണ്? ഇപ്പോൾ എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സിൻ്റെ വിചാരം പാരൻസിൻ്റെ ബിസിനസ്സാണ്, ഭയങ്കര ഈസിയാണ്, ലക്ഷറി ലൈഫ്, അടിച്ചു പൊളി, ഇതാണ് എല്ലാവരും വിചാരിക്കുന്നത്. CV ഉണ്ടാക്കണ്ട, ജോബ് ഹണ്ട് ചെയ്യണ്ട, നേരെ പോയി കസാരയിൽ പോയിരിക്കുക, അവിടെ ചെയറുണ്ട്, CEO പോയിരിക്കുക, CEO ആയിട്ടിരിക്കുക എന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ അങ്ങനെയല്ല, കുറേ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡിഫിക്കൽട്ടീസ് അല്ല, അത് ദാറ്റ്സ് എ ലെസൺ ഐ ഗെസ്. ഓക്കെ, അപ്പോൾ നേരത്തെ എണീക്കുക, രാത്രി ലേറ്റ് ആവരുത്, രാത്രി ലേറ്റ് ആവരുത്, പിന്നെ ഫ്രണ്ട്സിനൊപ്പം പോവരുന്നല്ല, ഒരു കർഫ്യൂ മാതിരി ഇങ്ങനെ രാത്രി ലേറ്റ് നൈറ്റ് അടിച്ചു പൊളിയാതൊന്നും പാടില്ല, നേരത്തെ. അതൊക്കെ നിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഇപ്പം നീ ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പോവാണെന്ന് വിചാരിച്ചു, ഒരു ബ്രാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഒരു ടീം വന്ന് നിന്നെ കോൺടാക്ട് ചെയ്തു, നീ അത് പോയിട്ട് നിന്റെ ഫാദറിൻ്റെ അടുത്ത് അഡ്രസ് ചെയ്യണം. ബിസിനസ്സിലുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. സത്യം, അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ്. അതെന്ന് വെച്ചാൽ അവരൊരു 10-30 വർഷമായിട്ട് ഉണ്ടാക്കിയ ബിസിനസ്സല്ലേ, അവർക്ക് ആ ബിസിനസ്സിന് ഇൻ ആൻഡ് ഔട്ട് അറിയാം. ഇപ്പോൾ നിനക്കിപ്പോൾ സ്റ്റോറിൽ എത്ര സാധനം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നീ അക്കൗണ്ടൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറിൻ്റെ അടുത്ത് ചോദിക്കണം. പക്ഷെ അവരുടെ മൈൻഡിലുണ്ടാവും എത്ര നമ്മുടെ 100 കാർട്ടൺ ഓയിലുണ്ട് അല്ലെങ്കിൽ ഇത്ര ബ്രേക്ക് പാഡ്സ് ഉണ്ടെന്ന് അവർക്കറിയാം. അത് അവരൊരു ഹാർഡ് വർക്കിന്ന് 0 വന്ന ആൾക്കാരാണ്. നമുക്ക് ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോം അവിടെ ബിൽഡാണ്. നിനക്കവിടെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡാണ്, നിനക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാമെന്നാണ്. പിന്നെ അത് കൂടാണ്ട് ഇതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇത്രയും വർഷം ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഈ എംപയർ അല്ലെങ്കിൽ ഒരു ലെഗസി പെട്ടെന്ന് മോനായതുകൊണ്ട് മാത്രം നിന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്ത് അത് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യില്ല. നീ അത് പ്രൂവ് ചെയ്യണം. അതായത് അപ്പോൾ നീ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നീ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ, നിന്റെ ഫാദറിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടണം. അത് ഇന്ത്യൻ പാരൻസിൻ്റെ കാര്യം അറിയാലോ. എന്താ അല്ല, നമ്മളെ അപ്രിസിയേഷൻ ചെയ്യില്ല, അത് പ്രതീക്ഷിക്കുക. അതെനിക്ക് പ്രതീക്ഷയില്ല. അങ്ങനത്തെ കുറെ അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിലും കുറ്റം പറയാതിരുന്നാൽ മതി. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും ഇനീഷ്യലി ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം ഇങ്ങനെ അപ്രിസിയേഷനും ഇല്ല, ചെയ്യണ പണിക്ക് വാല്യൂ ഇല്ല, അങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ പലയിടത്തും ഇവർ നമ്മളെ പറ്റി നല്ലത് പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത് പറയാത്ത വെച്ചാൽ നമ്മൾ ആ ഒരു ലിമിറ്റിൽ അവിടെ നിൽക്കണ്ട. നമ്മളൊക്കെ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ കയ്യിൽ വേണം. മീൻസ് അവിടെ ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞാൽ പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ ട്രൈ ചെയ്യില്ല. അപ്പോൾ അവർ അതുകൊണ്ടാണ് ഇപ്പോൾ 100-ൽ 95 മാർക്ക് കിട്ടിയ അവർ ചോദിക്കും 5 മാർക്ക് എവിടെയെന്ന് ചോദിക്കും. കഷ്ടപ്പെട്ട് 95 വാങ്ങിയതിന് അപ്രിസിയേഷൻ ചെയ്യില്ല. ഇന്ത്യൻ പാരൻസിൻ്റെ ഒരു കോമൺ സാധനമാണത്. ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ ഓർത്തത്, ഇപ്പോൾ നമ്മളൊരു 10 വർക്ക്സ് നമ്മൾ ചെയ്ത് ഓഫീസ് റിലേറ്റഡ് ആയിട്ട്, അതിൽ ഒരു വർക്ക് മിസ് ചെയ്യുന്നില്ല, പിന്നെ തീർന്നു. അതാണ് 10-ൽ 9 ടാസ്കും നീ കംപ്ലീറ്റ് ചെയ്തു.
എന്നിട്ടും നിനക്ക് അവിടെ ചീത്ത കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ നീ ആ ചീത്ത കേൾക്കുമ്പോൾ നീ വിചാരിക്കുന്നത് അതെൻ്റെ ഉപ്പയാണല്ലോ ചീത്ത പറയുന്നത്, എൻ്റെ ഫാദറാണല്ലോ ചീത്ത പറയണത്. വേറെ നിൻ്റെ ബോസാണ് നിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നീ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. 10 10 ടാസ്ക് ഇരുന്ന് 10 കംപ്ലീറ്റ് ചെയ്യാനാണ്, അല്ലാതെ 10 9 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനല്ലല്ലോ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ടാസ്കിൻ്റെ റെലവൻസ് ചെറുതായിരിക്കും, ചിലപ്പോൾ അവർക്കത് വലുതായിരിക്കും. നമുക്കതിൻ്റെ ആസ്പെക്റ്റ് അറിയില്ല എത്ര അതിൻ്റെ അളവെന്നുള്ളത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും സ്റ്റാൻഫോർഡിലും പോയി പഠിക്കാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ നീ ആ സ്റ്റോറിൽ സെയിൽസ് അസിസ്റ്റൻ്റായി നിന്നപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ കസ്റ്റമറെ ഡീൽ ചെയ്യുക, ഏത് കസ്റ്റമറെ ക്ലോസ് ചെയ്യുക, ഏത് കസ്റ്റമറിന് ഏത് പ്രൈസിങ് കൊടുക്കണം. ഇപ്പോൾ ഒരുപാട് ബാർഗെയിൻ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ കുറച്ച് മാർജിൻ കൂട്ടി കൊടുക്കും. ഇത് കസ്റ്റമർക്ക് അറിയില്ല. കസ്റ്റമർ വിചാരം എന്താ, ബാർഗെയിൻ ചെയ്ത് ഒരു തവണ ബാർഗെയിൻ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു 50 രൂപ കൂട്ടിയിടും, അവൻ്റെ സന്തോഷമായിക്കോട്ടെ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെ അതെ. ഇതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിനക്ക് നിൻ്റെ ഫാദർ അല്ലെങ്കിൽ നിൻ്റെ ബോസ് നിന്നെ കൺവിൻസ് ആവണമെങ്കിൽ നീ അവിടെ പ്രൂവ് ചെയ്യണം വിത്ത് നമ്പേഴ്സ്. നീ എന്ത് പ്രൂവ് ചെയ്യണം? അതായത് നിൻ്റെ കാലിബർ എന്താണെന്ന് നീ പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പോൾ നീ ഒരു സെയിൽസ് കൊണ്ടുവന്നു, നിങ്ങൾക്ക് പറയാം ഞാനൊരു 100,000 ബിസിനസ് ക്ലോസ് ചെയ്തു, ഞാനിത് കൊടുത്തു. ഇവർ അപ്രിഷ്യേറ്റ് ചെയ്യില്ല, ബട്ട് ഇറ്റ്സ് നമ്പേഴ്സ് സംസാരിക്കുമ്പോൾ അവിടെ വാല്യൂ ഉണ്ട്. ഞാൻ അവിടെ കിടന്ന് കാലത്ത് പോയി 8 മണിക്ക് പോയി കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്ന് ഞാൻ എങ്ങനെ പോയി, ഞാൻ ചൂടത്ത് പോയി ഡെലിവറി കൊടുത്ത്, അതിനൊന്നും വാല്യൂ ഇല്ല. ബിസിനസ്സിലെല്ലാം നമ്പേഴ്സാണ്. കാരണം ഇനിയുള്ള കാലം ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഡ്രിവൺ ആണ്. അതായത് നിനക്ക് ഇപ്പോൾ നിൻ്റെ കയ്യിൽ ഡേറ്റ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു ദിവസം 10 കസ്റ്റമർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 20 കസ്റ്റമർ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര സെയിൽസ് ഉണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ നമ്പർ ഓഫ് കൗണ്ടേഴ്സ് കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ അതുപോലെ കസ്റ്റമേഴ്സ് വാക്കിൻ കസ്റ്റമേഴ്സ് കുറവാണെങ്കിൽ കൗണ്ടേഴ്സ് കുറച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ആസ്പെക്റ്റുകളുണ്ട്. പിന്നെ ഈ പാരൻസിൻ്റെ ഒപ്പം ബിസിനസ് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവരുടെ ഒരു ഈഗോ ഉണ്ട്, പിന്നെ അത് കൂടാണ്ട് ഈ അപ്രിസിയേഷൻ കിട്ടില്ല, വാലിഡേഷൻ കിട്ടില്ല. ഞാനും ഇടയ്ക്ക് വിചാരിക്കും നിർത്തിയിട്ട് ഒഴിവാക്കിയിട്ട് പോവാം, മതി, പരിപാടികളെല്ലാം അവസാനിപ്പിക്കാം. ഇത് എപ്പോഴാണ് മനസ്സിലായത് ഈ ചാലഞ്ചസ് ഒക്കെ പോസിറ്റീവിലേക്ക് വന്നെന്നുള്ളത്? ഞാൻ ചെറുപ്പത്തിൽ ഒരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ വെക്കേഷനും എൻ്റെ അടുത്ത് പറയും വർക്ക്ഷോപ്പിൽ പോകണം കാലത്ത്, വെക്കേഷൻ സമ്മർ വെക്കേഷൻ. അപ്പോൾ നമുക്ക് സമ്മർ വെക്കേഷൻ ആകുമ്പോൾ ടെൻഷനാണ്, കാരണം കാലത്ത് എൻ്റെ വർക്ക്ഷോപ്പിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, ഞാനവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സെക്കൻഡ് എന്ത് ചെയ്യാൻ. നമ്മളറിയാണ്ട് ആ എൻവയോൺമെൻറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് പറഞ്ഞു തരും, ഇതാ ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇതിങ്ങനെയാണ് ഈ കസ്റ്റമർ ഇങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു നീ ഓർഡർ എടുത്തു, നമുക്ക് സാധനം ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് അത് അറേഞ്ച് ചെയ്തിട്ടൊക്കെ കൊടുക്കാനുള്ള ഒരു തരം പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലേ, അതിങ്ങനെ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ നമ്മൾ അറിയാണ്ട് ഓരോ ഇഷ്യൂസൊക്കെ വരുമ്പോൾ പഠിക്കും. എനിക്കറിയുന്ന എത്ര പിള്ളേരുണ്ടെന്നറിയാം, റേഞ്ച് റോവർ ഓടിച്ചെടുക്കുന്നു, ജി വാഗൻ ഓടിച്ചെടുക്കുന്നു, 1500 ആയിരിക്കും സാലറി. നിന്റെ ഫസ്റ്റ് സാലറി എത്രയാണ് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഫസ്റ്റ് സാലറി 2000 ദിർഹംസ് ആയിരുന്നു. 2000 ദിർഹംസ്, അതിലെല്ലാ പണിയും 500. അപ്പോൾ ഇതിനെക്കാട്ടിയും പോക്കറ്റ് മണി കിട്ടുന്നുണ്ടാവും ഏത് ജോലിക്ക് പോണ പാരൻസിൻ്റെ മക്കൾക്ക്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ റേഞ്ച് റോവർ, അത് ഇത്, ജി വാഗൻ, F-150, റാപ്റ്റർ, മറ്റേതൊക്കെ കാണാം. പക്ഷേ അവരത് അറിയാണ്ട് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിനക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു 50 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിനക്ക് അതിൻ്റെ വാല്യൂ അറിയാം, മനസ്സിലാവും. നിനക്കറിയാം ഇതൊരു ഇപ്പോൾ ഒരു 1500 ദിർഹംസിന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ നിനക്ക് ആലോചിക്കാം നിൻ്റെ ഒരു സ്റ്റാഫിൻ്റെ, ഒരു സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെ സാലറിയാണത്, സ്റ്റോർ കീപ്പറിൻ്റെ സാലറിയാണത്. അപ്പം അതിന് വാല്യൂ ബിൽഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യണതിന് മുന്നേ നമ്മൾ ആലോചിക്കുമല്ലോ ഇത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ. ഇതാണ് കാര്യം, നമ്മളറിയാണ്ട് നമ്മൾ സ്ലോലി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇതിൽ ഈ കുറച്ചൊരു അപ്രിസിയേഷൻ തരികയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ വേറെ ലെവലാവും. നമുക്ക് ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും സൊസൈറ്റിയുടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിൻ്റെ ഒക്കെ 10 ഇരട്ടി പവറാവും നമ്മളത്. പക്ഷേ ഒരു ഇന്ത്യൻ അത് അവരെ അപ്ബ്രിങ്ങിങ് അങ്ങനെയാണ്, ഇത് അവരുടെ പാരൻസ് അവരങ്ങനെയാണ് ഇതാക്കിയത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എത്ര ചെയ്താലും നീ പറഞ്ഞില്ലേ 10 9 ചെയ്തിട്ടും നിനക്ക് അപ്രിസിയേഷൻ കിട്ടുന്നില്ല, എന്തുകൊണ്ടായിരിക്കും?
അവരാ പ്രായത്തില് കല്യാണം കഴിച്ച് സ്ഥലവും വാങ്ങി വീടും കെട്ടി അവരവരുടെ കാലമായിട്ടാണ് അവർ മാച്ച് ചെയ്ത് നോക്കണത്. അവരവരുടെ കഷ്ടപ്പാടുമുള്ള കാലം. നമുക്ക് അതൊന്നും ഇല്ലല്ലോ. ഫുഡുണ്ട്, വീടുണ്ട്, കാറുണ്ട്. അതുകൊണ്ടാണ് സംഭവം. ഇപ്പോൾ സപ്പോസ് ഇക്കാക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇക്കാക്ക് എന്താ ചെയ്യുക? സുഖമായിട്ട് വേറെ ജോലി നോക്കി പോവുക. ഇക്ക ചെയ്യോ ചെയ്യില്ലേ? അത് യൂഷ്വലി മൂത്ത മക്കൾക്കുള്ളൊരു വിഷമമാണ് അത്. കാരണം ഒരു സൈഡിൽ അല്ല, ഇക്ക എത്ര ഇപ്പോൾ നമ്മളെ കാലത്ത്, ഇപ്പോൾ എൻ്റെ കാലത്ത്, എൻ്റെ ജനറേഷനിൽ നമ്മൾ അത്യാവശ്യം ഈ ഡിഫിക്കൽട്ടീസ് അല്ല, എന്നാലും ഞാൻ പറയാണ്, ഇത്രയും ഇതാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രായത്തിലാണെങ്കിൽ ഇക്കൊരു ക്വാളിഫിക്കേഷൻ ഓൾറെഡി ഉണ്ട്. ഇക്ക എന്ത് ചെയ്യും? വേറെ ജോബ് നോക്കി പോവോ അതോ ബിസിനസ്സിൽ തന്നെ ജോയിൻ ചെയ്യും? എങ്ങനെയൊക്കെയായിരുന്നു വെച്ചാൽ, നിന്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ പോയിട്ട് ഒരു കോർപ്പറേറ്റ് MNCയിൽ വർക്ക് ചെയ്തിരിക്കണം. ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് 3-4 കമ്പനിയിൽ നല്ലൊരു മാനേജർ ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ OB എന്ന് പറഞ്ഞ സംഭവം കിട്ടില്ലേ, ഓർഗനൈസേഷണൽ ബിഹേവിയർ. നമ്മളൊരു ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം, കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു ഇമെയിൽ എറ്റിക്കറ്റ്സ്, എങ്ങനെ ഡ്രസ്സ് ചെയ്യാം, എങ്ങനെ കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പം ഞാൻ ബിസിനസ്സിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനത്തെ മറ്റേത് നമ്മൾ ഫോർമൽസ് ഇടണം, ഇത് ഒരു ഓഫീസിൽ. അപ്പോൾ അതൊരു ഡിസിപ്ലിൻ നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊരു പാരൻസിൻ്റെ ബിസിനസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് പുറത്ത് പോയി പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലേസ്മെൻറ്റിൽ പോയി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് നിങ്ങളുടേതായ ഒരു പേസ് അവിടെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ കോർ HR ആണ്. ഞാൻ ബേസിക്കലി HR മാനേജറായിട്ടും എൻ്റെ MBA ഒക്കെ HR-ലാണ്. വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ബിസിനസ്. കാരണം അത് നിങ്ങൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ പാരൻസ് ഓൺ ചെയ്യുന്ന കമ്പനീസൊക്കെ ഒരു ട്രഡീഷണൽ വഴിയിലായിരിക്കും. 1 man show ആണ്. അവിടെ എല്ലാം സൂപ്പർ സ്റ്റാർ, നിങ്ങളുടെ ഫാദർ, അങ്ങനെയൊക്കെ ആയിരിക്കും. മീൻസ് ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് ഇപ്പോൾ കുറേ കമ്പനികൾ ഉയർത്തിക്കൊണ്ടിരുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഒരാളുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ അടുത്തത് റണ്ണാവും എന്നുള്ളതിന് കുറേ കമ്പനികൾക്കൊന്നും ഇല്ല. കാരണം ഫൈനാൻസിലോട്ട് ആക്സസ് ഇല്ല, ഇതെങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ആക്സസ് ഇല്ല. അപ്പോൾ ഈ എപ്പോഴും ബിസിനസ്സിലോട്ട് ഇറങ്ങണതിന് മുന്നേ കുറച്ച് കാലം പുറത്ത് വർക്ക് ചെയ്യണം. പുറത്ത് വർക്ക് ചെയ്ത് കല്യാണത്തിനൊക്കെ മുന്നേ റിസൈൻ ചെയ്ത് നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങണം ഏറ്റവും നല്ല ഓപ്ഷൻ. പിന്നെ ബിസിനസ് എല്ലാവർക്കും പറ്റുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ. വേറൊരു കേസ് പറയുമ്പോൾ, ഞാൻ എമിറേറ്റ്സ് ഏവിയേഷനിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൽ. ഞാൻ ജോയിൻ ചെയ്തില്ല. കാരണം എനിക്കെന്താ, ബിസിനസ്സാണ് എനിക്ക് താല്പര്യം. നമ്മൾ ഒരാളെ അണ്ടറിൽ വർക്ക് ചെയ്യണക്കാട്ടി നല്ലതല്ലേ നമ്മളെ ഉപ്പാടെ അണ്ടറിൽ വർക്ക് ചെയ്യണത്. പക്ഷെ എൻ്റെ ഉപ്പ പറയണ എന്താ, നീ അവിടെ പോയി വർക്ക് ചെയ്യണം. അതെന്തുകൊണ്ടെന്ന് അറിയാം. എന്നാലാണ് നിനക്ക് ഈ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത്രയും ടൈം നമ്മൾ പോവല്ലേ. ടൈം പോവാണെങ്കിലും ഇപ്പോൾ അത്രയും ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ ഫുൾ മൈൻഡ്, തോട്ട്സ്, എൻ്റെ തിങ്കിങ്, എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത്രയും ബെനിഫിഷ്യലായിട്ട് കിട്ടണം എനിക്ക് തോന്നണം. അങ്ങനെയാണെങ്കിൽ നീ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ബിസിനസ് ജോയിൻ ചെയ്തോടെ. എന്തിനൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ടാക്കണം? അല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ. നമ്മുടെ ഈ പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു ലേണിംഗ് ഉണ്ട്. ഒരു കമ്പനി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, അവിടുത്തെ HR എന്താ ഹൈറാർക്കി, എന്താണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അപ്പോൾ ഒക്കെ പറഞ്ഞാൽ എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടത്? ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ ബിസിനസിന്റെ സ്റ്റൈൽ. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഇപ്പോൾ നിങ്ങളുടെ ഫാദർ റൺ ചെയ്യുന്ന. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. ഞാനിപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനാണ് പഠിച്ചത്. ഓക്കെ, അതും ഇത് റിലേറ്റഡ് അല്ല. ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മെയിൻ പോയിന്റ് എന്താ, നമുക്ക് സ്പെയർ പാർട്സ് ആണ്. എനിക്ക് അതിലാണ് കൂടുതൽ ഫോക്കസും ഇതും ചെയ്യേണ്ടത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിന്റെ ഓഫീസിൽ ഒരു 1000 ആൾക്കാരുണ്ടാവും. 1000 ആൾക്കാർ 100 ആൾക്കാരെ പിടിക്കാം. 100 ആൾക്കാരായിട്ട് നീ ഡേ ടു ഡേ ബേസിസിൽ ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ടാവും. ഇവർക്കൊക്കെ നിങ്ങൾക്ക് സ്പെയർ പാർട്സ് വിറ്റൂടെ? നെറ്റ്വർക്ക് ബിൽഡ് ആവല്ലേ ഡേ ടു ഡേ കാണുമ്പോൾ. നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ഒരു സ്ഥലത്ത് പോയി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ നിന്നൊക്കെ നമുക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഹായ്, ഒരു ശരി, പിന്നെ നമ്മൾ അവരുടെ റിലേഷൻ ബിൽഡ് ചെയ്തു, അവിടുന്ന് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറയണത് വെച്ചാൽ, ഇപ്പം നീ ഒരു കുളത്തിൽ ഒരു തവള രാജാവായി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ വിചാരം അത് തന്നെയാണ് അവൻ്റെ വേൾഡ് എന്നാണ്. പുറത്തു പോയി നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പോഷർ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ യൂണിവേഴ്സിലെ വളരെ ചെറിയ ആൾക്കാരാണ് നമ്മൾ, വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ. അതിനാണ് നമ്മൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നതും കുറച്ച് കാര്യങ്ങളും. ഇൻ കേസ് ബിസിനസ് ഫെയിലായി നീ എന്ത് ചെയ്യാം? നിനക്ക് 0 എക്സ്പീരിയൻസ് ഉള്ളത്. നിനക്ക് നിൻ്റെ CV ഐ വർക്ക്ഡ് CEO എന്ന് പറഞ്ഞാൽ നിൻ്റെ ഏതെങ്കിലും കമ്പനി CEO ആയിട്ട് അവർ ഹയർ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതെപ്പോഴും നമ്മളൊരു ബാക്കപ്പ് പ്ലാൻസ് വെക്കണം. എന്നാൽ
നിന്റെ ക്വസ്റ്റ്യൻ ഭയങ്കര വാലിഡ് ആണ്. എനിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട് നിർത്തിയിട്ട് പണിക്ക് പോയാലോ. പറഞ്ഞു ഹൗ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഡു വി നീഡ് ടെക്നിക്കലി 3 years in order to work in our own company? ഡിപ്പെൻഡ്സ് ഓൺ നിന്റെ ബിസിനസ്. ഇത് ഓരോ ബിസിനസ്സിനും അക്കോർഡിംഗ് ടു മീ ഒരു അറ്റ്ലീസ്റ്റ് 3 to 4 years എങ്കിലും നമ്മളൊന്ന് പുറത്ത് പോയി വർക്ക് ചെയ്യണം. പ്രിഫറബിളി വേറെ രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 3 to 4 years വർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ കമ്പനി കയറുമ്പോൾ നമ്മളാൽ ഇപ്പോൾ 2 different sections ആണ്, 2 different കാറ്റഗറിയാണ്. ഒന്ന് ഇപ്പോൾ ഞാൻ പറയണമെങ്കിൽ എൻ്റെ സ്പെയർ പാർട്സ്, ഒരെണ്ണം വേറെ. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റാണെന്ന് ചോദിച്ചു, രണ്ടും ഡിഫറെൻ്റ് അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാത്? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏവിയേഷൻ ബിസിനസ് അല്ല, നമ്മൾ പഠിക്കുന്നത് പ്രൊഫഷണലിസം ആണ്. ഓക്കെ, പ്രൊഫഷണലിസം ഒക്കെ പറഞ്ഞു, പ്രൊഫഷണലിസം പറഞ്ഞു. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ സ്കിൽസ് നമ്മൾ സ്പെയർ പാർട്സിൽ യൂസ് ചെയ്യാം? അതും പറ്റും. സൂപ്പർ മാർക്കറ്റിൽ ഇൻവെന്ററി ഉണ്ട്, സെയിൽസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് പാർട്സ് നോളജ് ഉണ്ടാവും? ഇല്ല, പ്രൊഡക്റ്റ് നോളജ്. ഇപ്പോൾ നിങ്ങളുടെ ഇതിലൊരു എത്ര പ്രൊഡക്റ്റുകൾ ഉണ്ടാവും? മോർ ദാൻ 10,000 പ്രൊഡക്റ്റ്. എല്ലാം നിനക്ക് പഠിക്കാൻ പറ്റൂല. വേറെ ഒരു ബ്രേക്ക് പാഡ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് പാഡിന്റെ സാധനങ്ങൾ പഠിക്കും. ഒരു ബിസിനസ് ഓണറിന് ഇപ്പൊ നീ ഇപ്പൊ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ നീ നിന്റെ ഷോപ്പിൽ പോയിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ 12th പഠിക്കുമ്പോൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോളേജ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ പോയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പുറത്തു പോയൊരു എക്സ്പോഷർ, ഇപ്പം നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ക്ലയൻറ്റ് വന്നു, ലൈക്ക് ഒരു ജർമ്മൻ ക്ലയൻറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിനെ ഡീൽ ചെയ്യണം. അവിടെ എങ്ങനെ സംസാരിക്കണം, എവിടെ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ പോകണം. ഇല്ലെങ്കിൽ നമ്മൾ എന്താ കാണുന്നത്, നമ്മുടെ സ്റ്റാഫിന് നമ്മളാണ് അവിടുത്തെ രാജാവ്. ശരിയല്ലേ? അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ നമുക്കത് തോന്നുന്നു വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് തോന്നുന്നു. നമ്മൾ രാജാവുമ്പോ നമ്മൾ പറയുന്ന റൂള്, നമ്മൾ 10 മണിക്ക് വരണമെങ്കിൽ നമ്മൾ പറയും നാളെ മുതൽ 10 മണിക്ക് കട തുറന്നാൽ മതി. ബട്ട് ഒരു ഇന്റർനാഷണൽ കാരണം അത്ര ഇയേഴ്സ് ഓഫ് ഗ്യാപ്പ് അല്ല നമുക്ക് പോകണം. അത് നിനക്കൊരു ലേണിംഗ് ആണ് ആക്ച്വലി. ആ ഈ ഇയർ ഓഫ് ലേണിംഗ് പോയത് നിനക്ക് ഇപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഇന്ന് കാലത്ത് ദോശ അടിക്കുമ്പോൾ ചിന്തിച്ച പോലെ പടയെന്നല്ല, ഇതൊക്കെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇപ്പൊ നീ ഒരു 3 വർഷം മാറി നിന്നാലും നിന്റെ ബിസിനസ് റൺ ചെയ്യും, നീ ഇല്ലെങ്കിലും റൺ ചെയ്തിരുന്നു അല്ലേ? എഫിഷ്യൻസി ഉണ്ടാവില്ല ചിലപ്പോൾ നീ വിചാരിക്കണ പോലത്തെ. പക്ഷെ നമ്മൾ കുറേ ഇപ്പോൾ ന്യൂ ജനറേഷൻ നമ്മൾ കുറേ ഇന്നോവേറ്റീവ് ഐഡിയാസും അതുമാതിരി തന്നെ ന്യൂ പ്രൊഡക്ട്സ് ഇപ്പോൾ ട്രഡീഷണൽ വേന്ന് നമ്മൾ മാറി ചിന്തിച്ച് നേരെ ന്യൂജൻ ഇതിലേക്ക് പോകുമ്പോൾ അത് ചേഞ്ചസ് വരത്തില്ല അമ്മ? ആക്ച്വലി ട്രഡീഷണൽ ന്യൂജൻ എന്നല്ല, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാന്നാണ് മെയിൻ സംഭവം. എഫിഷ്യൻസി അതായത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, വേസ്റ്റേജ് കുറയ്ക്കുക, പ്രോഫിറ്റബിലിറ്റി കൂട്ടുക, ഇത്രേ ഉള്ളൂ. നമ്മൾ അന്നത്തെ കാലത്ത് അവർ ട്രഡീഷണൽ ചെയ്തിരുന്ന സംഭവങ്ങളാണ് അന്നത്തെ ന്യൂജൻ. അവർക്ക് അറിയുന്ന നോളജ് വെച്ചിട്ടാണ് അവരത് ബിൽഡ് ചെയ്ത് ഇപ്പോൾ ഒരു വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയിൽ, ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ, ഒരു വീട്ടിൽ ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇന്ന് മുതൽ നീ സാധാരണ അരി കഴിക്കണമെങ്കിൽ നാളെ മുതൽ ബാരിക് റൈസ് കഴിക്കണമെങ്കിൽ വീട്ടുകാർ പറയും ഇത് ശരിയല്ല, അത് ശരിയല്ല. അതുപോലെ തന്നെ എംപ്ലോയീസും ഈ ഒരു പുതിയ സിസ്റ്റം, പുതിയൊരു ടെക്നോളജി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇത് ശരിയല്ല, അത് സ്റ്റക്ക് ആവുന്നുണ്ട്, അതുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ഒരു റെസിസ്റ്റൻസ് മാറ്റി ഒരു പുതിയ ടെക്നോളജിയിലോട്ട് മാറുകയെന്ന് വെച്ചാൽ ആദ്യം ഫ്രീസ്, ഇപ്പോൾ ഉള്ള നമ്മുടെ പരിപാടി ഫ്രീസ് ചെയ്യുക, പിന്നെ മെൽറ്റ് ചെയ്യുക. ആ ഫ്രീസ് ചെയ്ത സാധനം മെൽറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് സെറ്റ്. അതിന് എക്സിസ്റ്റിംഗ് സാധനം കട്ട് ചെയ്താൽ മാത്രമാണ് അതിലോട്ട് പോവുള്ളൂ. എല്ലാ എംപ്ലോയീസും ഇപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ ആദ്യം ജോബ് കാർഡ് ഉണ്ടാക്കിയിരുന്നത് പേപ്പറിലാണ്. അത് ടാബിലോട്ടാക്കിയപ്പോൾ ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു, മെക്കാനിക്ക് അത് ഇത് സൂപ്പർവൈസർ പ്രശ്നം. ഇപ്പോൾ അവർക്ക് ടാബില്ലാണ്ട് പറ്റില്ല. ഇന്നലെ ഞാൻ 2 ടാബ് വാങ്ങി കൊടുത്തു, പുതിയത് 2 ബ്രാഞ്ചിക്ക്. അതങ്ങനെയാണ്, മനുഷ്യന് എപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവും. നിൻ്റെ അടുത്ത് നീ ഇപ്പോൾ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നടക്കുകയാണെങ്കിൽ നാളെ മുതൽ നീ വൈറ്റ് മാത്രം ഇട്ടെന്നുണ്ടെങ്കിൽ നിനക്കത് താല്പര്യപ്പെടില്ല. എത്ര വൈറ്റിന് കുറേ ഗുണങ്ങളുണ്ടാവും, സൺലൈറ്റിൽ നിന്ന് രക്ഷപ്പെടും, അത് ഇതും. എൻ്റെ വാർഡ്രോബിലുണ്ട് ഇഷ്ടംപോലെ ബ്ലാക്ക്. അപ്പോൾ അതങ്ങനെയാണ് മനുഷ്യൻ. അതിനെങ്കാട്ടി ഈഗോ ഉണ്ടാവും ഇത്രയും ബിസിനസ് ഉണ്ടാക്കി 60-50 വയസ്സുള്ള നമ്മുടെ പാരൻസിന്. അപ്പോൾ നീ മാറണു, അത് പാരൻസ് മാറ്റണം, അത് നീ ഡിപ്ലോമാറ്റിക്കായി നിൽക്കണമെന്ന് നീ ചിന്തിക്കണം. ശരിയല്ലേ? നമുക്ക് അവരെ മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഒരു സൈഡിൽ കൂടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് അതിൽ സക്സസ് ഉണ്ടെങ്കിൽ അവർ കാണിച്ചു കൊടുക്കാം. അല്ലാതെ നിനക്കിപ്പോൾ നിൻ്റെ 50 year അല്ലെങ്കിൽ 60 year old ഫാദറിനൊന്നും മാറ്റാൻ പറ്റും. വേറൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇതൊക്കെ ആ ഫേമിൽ പോയി, കടലുള്ള ബിസിനസ്
ഫാമിലി ബിസിനസ്സിലൊക്കെ ജോയിൻ ചെയ്തില്ല. അപ്പോൾ ഈ സൊസൈറ്റിക്കാരെന്താ വിചാരിക്കുക? നീ മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നെ വെള്ളം കുടിപ്പിക്കും. അല്ല, ഞാൻ സൊസൈറ്റീനെ പ്ലീസ് സെനാരിയോ ചോദിച്ചതാ. സൊസൈറ്റീനെ പ്ലീസ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. സൊസൈറ്റി അവരവരുടെ സ്റ്റാൻഡേർഡ്സ് മാറ്റിക്കൊണ്ടെങ്കിൽ ദുൽഖർ മറ്റേ പല സിനിമയിൽ പറയുന്ന പോലെ കല്യാണം അയക്കണം, കല്യാണം അയച്ചാൽ കുട്ടിയായില്ലേ, മറ്റേ ആയില്ലേ, അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിനക്കൊരു നല്ലൊരു പൊസിഷൻ കിട്ടുകയാണ്, വേറൊരു വലിയൊരു ഫാമിലി CEO ലെവൽ ഒരു 20,000-30,000 സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നീ അവിടെ പോയിട്ട് നിനക്ക് വേറെ ഒരു 3 ആളെ അവിടെ സാലറിക്ക് ഹയർ ചെയ്തൂടെ? അതും പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യൊക്കെ. എനിക്കിപ്പോ ഒരു 30,000 സാലറി കിട്ടുന്നുണ്ട്. എനിക്ക് ഇപ്പൊ കിട്ടുന്നത് എന്റെ കിട്ടുന്നുണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, ഹൗസിംഗ് വില്ല കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ ഉറപ്പായിട്ടും പോകും. ഞാൻ എന്നിട്ട് നല്ല എഫിഷ്യൻ്റായി മാനേജേഴ്സിനെ വെക്കും. എല്ലാ കാര്യങ്ങളും ബിസിനസ്സിന്റെ എല്ലാ ബിസിനസ്മാരുടെ പ്രശ്നം എന്ന് പറയും, എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ പഴയ ആൾക്കാരുടെ സ്വഭാവം എന്താ വെച്ചാൽ ഫൈനാൻസിന്റെ മാനേജ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ അവർ ഫൈനാൻസ് പഠിക്കും, എന്നിട്ട് ഫൈനാൻസ് നോക്കും. വേറെ നമ്മളൊരു എഫിഷ്യൻ്റ് അയാളെ നല്ല സാലറി കൊടുത്തിട്ട് ഒരു ഫൈനാൻസ് മാനേജറിനെ വെക്കുക, എന്നിട്ട് അയാളെ മോണിറ്റർ ചെയ്താൽ മതി. എനിക്ക് ഈ ആൻസർ വേണ്ടിയിരുന്നു. കാരണം ഞാൻ കുറെ ഡയലോഗ് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ നമ്മളില്ലെങ്കിലും നമ്മളെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കണം. അതാണ് ലൈക്ക് ഇതിലിങ്ങനെ പറയില്ല, യു ഹാവ് ടു മേക്ക് മണി വെൻ യു സ്ലീപ്പ്. അപ്പോൾ നീ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിനക്കിപ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ 25,000 സാലറി കിട്ടുന്ന ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ നീ അത് എടുക്കുക, എന്നിട്ട് നീ ഒരു 12,000 10,000 നല്ല സാലറിക്ക് നല്ല എഫിഷ്യൻ്റായ മാനേജേഴ്സിനെ വെച്ചിട്ട് അവരെ മോണിറ്റർ ചെയ്യാം. ബിസിനസ്സിൻ്റെ അർത്ഥം നമ്മൾ ഫുൾ ടൈം അവിടെ ബേബി സിറ്റ് ചെയ്യണമെന്നല്ല. ഇതൊരു പെർസ്പെക്റ്റീവാണ്. ഇത് ഓരോരുത്തരുടെ റിയാലിറ്റി എന്താ വർക്ക് ചെയ്യൂല്ലേ? റിയാലിറ്റി നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. റിയാലിറ്റി എപ്പോഴും ഒരു ഗ്രേസ് ആയിട്ടാണ്. അപ്പൊ ഞാനിപ്പോ എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്യാൻ പോലെ പുറത്ത്, കാരണം ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് അണ്ടർ 1%. സീ ഡിപെൻഡ്സ് ഓൺ യുവർ ഹൗ യുവർ ബിസിനസ് ഇസ് ഗോയിങ്. ഇപ്പൊ നാളെ നിങ്ങൾക്ക് ബിസിനസ് ലോസ് വന്നു കഴിഞ്ഞാൽ നീ നിന്റെ കാര്യങ്ങൾ മാറ്റും, അതുപോലെ തന്നെ നിങ്ങളുടെ പക്ഷേ ബിസിനസ് ഒരു പാഷൻ അല്ലേ? ബിസിനസ് പാഷനാണ്, പക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറും B2C B2B മാത്രമല്ല. ഇപ്പൊ നീ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2-3 ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലൊരു ബിസിനസ് ഉണ്ട്, HR ഒരു ഫൈനാൻസ് തമ്മിലൊരു ബിസിനസ് നടക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ വേർട്ടിക്കൽസ് തമ്മിലൊരു ബിസിനസ് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. എനിക്ക് മരിക്കണ വരെ ബിസിനസ് ചെയ്യണം, പണിയെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റണം, നാളെ എനിക്ക് സമാധാനമായിട്ട് ഫാമിലിയായിട്ട് പുറത്തു പോകാൻ പറ്റുമോ തോന്നണം, ഇന്ന് രാത്രി ദോശ കഴിക്കാൻ തോന്നി കഴിക്കാൻ പറ്റണം. ഇതാണ് എൻ്റെ ഗോള്. എനിക്ക് ജീവിതകാലം മൊത്തം ഇപ്പോൾ ഉള്ള പുതിയ ട്രെൻഡ് എന്താ അറിയോ, ഈ ടെക് കമ്പനീസ് ആയാലും സ്റ്റാർട്ടപ്സ് ആയാലും ഇവരൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യും, വാല്യുവേഷൻ ഉണ്ടാക്കും, ബിസിനസ് വിൽക്കും. മനസ്സിലായി? അക്വയർ ചെയ്യും, വലിയ മെറ്റ അങ്ങനത്തെ കുറെ കമ്പനികൾ വന്നിട്ട് അത് അക്വയർ ചെയ്യും, എന്നിട്ട് സുഖമായി ജീവിക്കും. എന്തിനാ ജീവിതകാലം മൊത്തം പണിയെടുക്കണം എന്ന് നിർബന്ധം? ജീവിതകാലം മൊത്തം. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പോൾ AS ഗാരേജ് അല്ലെങ്കിൽ അക്മൽ ഒരു ഓഫർ വന്നു, അറൌണ്ട് 100 million dirhams or 200 million dirhams. Will you sell? I will sell. I will start something new. ബട്ട് ആ ബ്രാൻഡ് നെയിം ഒക്കെ ഫോക്കസ് ചെയ്യണ്ടേ? ഇപ്പൊ ഞാൻ 100 million ആ ബ്രാൻഡ് അല്ലേ കട, യുവർ ലൈഫ് ഇസ് ദാറ്റ് ബ്രാൻഡ്. അത് ഒരു ചേഞ്ച് ചെയ്യുന്ന ടൈം കഴിഞ്ഞു, മനസ്സിലായി? ഫസ്റ്റ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അക്മലായിരുന്നു, ഇപ്പൊ നീ സ്മാർട്ട് ലൈൻ ആണോ, അക്മൽ ഗ്രൂപ്പ് ആണോ, ഹൈബ്രിഡിലാണോ, എന്താ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാ? എനിക്ക് അല്ല, അക്മൽ ഗ്രൂപ്പിന്റെ അണ്ടറിൽ സ്മാർട്ട് ലൈൻ, അക്മൽ ഓട്ടോ സ്പെയർ പാർട്സ്, ഇതിലെന്താ ഹൈബ്രിഡ്, 3 divisions. നമ്മൾ ഇപ്പോ റിലേഷൻഷിപ്പ് ആയാലും പിന്നെ ബിസിനസ് ആയാലും ഒരുപാട് നമ്മള് അതിനോട് ആത്മാർത്ഥത ഒരുപാട് പറഞ്ഞത്. ഇപ്പൊ സ്മാർട്ട് ലൈൻ തുടങ്ങിയെന്ന് വെച്ചാല് അക്മൽ ഓട്ടോ സ്പെയർ പാർട്സ് ഹെവി ഡ്യൂട്ടി ട്രക്സ് ആണ്, അവർക്കുള്ള അതിനുള്ള പാർട്സ് ആണ്. സ്മാർട്ട് ലൈൻ പ്രീമിയം ഡിവിഷൻ, ഹൈബ്രിഡ് ആർ ഓൺ പ്രൊഡക്റ്റ് ഫ്രം ജർമ്മനി. അപ്പൊ 3 divisions ഇതിന്റെ ഒക്കെ മേലെ അക്മൽ ഗ്രൂപ്പ്. അല്ല, എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ എല്ലാം സംഭവം എന്ന് വെച്ചാൽ റവന്യൂ ഉണ്ടാക്കണം, ക്യാഷ് ഫ്ലോ ഉണ്ടാക്കണം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു, കാക്ക് അത്യാവശ്യം റവന്യൂ ആയി വരുന്നുണ്ട്, മേ ബി 100 million dirhams പെർ ഇയർ. അപ്പൊ വിൽക്കില്ല, ഞാനത് ചോദിച്ചേ, വൺ ടൈം ക്യാഷ് ആണോ കാക്ക് ഇഷ്ടം, അതാ ലോങ് ടൈം? ഇപ്പൊ വൺ ടൈം ലൈഫ് ഈസ് വെരി റിട്ടേൺ ആണോ അതോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്? ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, എപ്പോഴും ഓഫീസിൽ പോകും കാലത്ത് കാര്യങ്ങൾ ചെയ്യാം. അത് അവര് ഹാർഡ് വർക്ക് ചെയ്ത് ശീലിച്ചു പോയി, അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂല, റെസ്റ്റ് എടുപ്പിക്കില്ല നമ്മള്. പക്ഷെ അവിടെ വേറൊരു സൈഡിൽ നമ്മൾ ഉമ്മമാരും ഉണ്ട്, അവർക്ക് കിട്ടുന്ന ടൈമുകളും ഉണ്ട്, അവരായിട്ട് പുറത്തു പോകണം, കാര്യങ്ങൾ ചെയ്യണം. അതെല്ലാം നോട്ട് ചെയ്യണം.
അവരായിട്ട് പുറത്തു പോകണം. അതെ, ഇപ്പൊ ഞാനാണ് എൻ്റെ ഉമ്മാനെ മിക്കവാറും കറങ്ങാനൊക്കെ കൊണ്ടുപോകാ. എൻ്റെ അനിയന്മാരും അങ്ങനെയൊക്കെ. ഉപ്പിമ്മയൊക്കെ കൊണ്ടുപോകില്ല എന്നല്ല, അല്ല, അവരാ ടെൻഷനിലാണ്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തലേന്ന് നമുക്ക് ഒരുപാട് ബിസിനസിന്റെ ടെൻഷൻ മാറ്റി. കാരണം നമ്മുടെ ലൈഫ് എത്ര കാലം ഉണ്ടാവും നമുക്ക് അറിയുന്നില്ല. നീ ഇപ്പോൾ 100 മില്യൺ 200 മില്യൺ നാളെ നമ്മളുണ്ടാവും, നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു അൺസർട്ടനിറ്റി ഉണ്ട് അവിടെ. ഞാൻ പറയാം, ഒരു സിനാരിയോ എന്നാണല്ലോ നമുക്ക് ഇതൊക്കെ കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഒരു 200 ബില്യൺ അല്ലെങ്കിൽ $1 മില്യൺ നിന്റെ കമ്പനി ഒരു ടീം വാങ്ങുകയാണെങ്കിൽ you can easily I don't mind if it is me. I don't mind selling it and starting something new, something. കാരണം എന്താ അറിയോ, നിന്റെ പാഷൻ എന്താണെന്ന് ചിലപ്പോൾ നിനക്ക് തന്നെ അറിയണ്ടാവില്ല. ചിലപ്പോൾ നീ വളരെ നല്ലൊരു കീബോർഡിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നല്ലൊരു പെയിൻറ്റർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫുട്ബോളർ ആയിരിക്കും. ജസ്റ്റ് ബിക്കോസ് യുവർ ഡാഡ് ഇസ് എ ബിസിനസ് മാൻ ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ബി എ ബിസിനസ് മാൻ. ശരിയല്ലേ? അതൊരു സംഭവമാണ്. ഇപ്പോൾ എത്രയോ പിള്ളേരുണ്ട് $1 മില്യൺ ബിസിനസ് ഉണ്ട്, അവരുടെ മക്കൾക്ക് താല്പര്യമില്ല. അല്ല, അതവരെ അപ്ബ്രിങ്ങിങ് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തിരുന്ന ആളാണ്, കുറേ കാലമായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അതായത് നാളെ കാലത്ത് ഓഫീസിൽ എനിക്ക് പോകാൻ നീ ഹാപ്പിയാണോ, അതോ നാളെ കാലത്ത് ഓഫീസിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോകണമെന്നാണോ? ഇത് നാളത്തെ ഡിസിഷൻ അല്ല, ഇനി 15 വർഷം നീ ചെയ്യാനുള്ള അല്ലെങ്കിൽ 30 വർഷം ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇമാജിൻ യുവർ ലൈഫ് ഇസ് സെയിം ലൈക്ക് യുനോ, ഇങ്ങനെ ഓഫീസിൽ പോവുക, വീട്ടിൽ പോവുക, ചോറ് തന്നെ, വീട്ടിൽ പോവുക, വീട്ടിൽ പോവുക, ഓഫീസിൽ പോവുക, ക്ലയൻറ്റിന് കാണാൻ ടെൻഷൻ അടിക്കുക. ഇത് തന്നെയാണോ നിൻ്റെ ലൈഫ്? ഇതാണോ നീ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം? ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, ബ്രാൻഡ് ലോയൽറ്റി വേണം. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഫ്രാഞ്ചൈസി ലെവലിലേക്കും അങ്ങനെ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് പോകണം. ഞാൻ കാണുന്ന ഡ്രീം അതാണ്. അതിൽ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മളെപ്പോഴും ഒരു ബ്രാൻഡിനെ കല്യാണം കഴിച്ച പോലെ അങ്ങനെയാണെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ ബ്രാൻഡിനോടുള്ള. ഉണ്ടാക്കിയ ബ്രാൻഡ് അത് പെട്ടെന്ന് കൈവിട്ട് പോകുമ്പോ ഫീൽ ഉണ്ടാവും. സ്പോട്ടിഫൈ ആയാലും അല്ല, അതൊക്കെ ശരി. ഞാൻ കട കേസ് വെക്കുന്നത് കുറച്ചൊക്കെ കറിയും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ വി വിൽ കാൽക്കുലേറ്റ്. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമ്മൾ അതിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റൊക്കെ നോക്കും. മുന്നേ നമ്മൾ ബിസിനസ്സിൽ സെല് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു റവന്യൂ, നല്ലൊരു ടീം, നല്ലൊരു വാല്യുവേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഇപ്പം നീ ചിന്തിക്കുന്ന പെർസ്പെക്റ്റീവിലായിരിക്കില്ല 5 വർഷം കഴിഞ്ഞ് ചിന്തിക്കുക. ഏത് വേ ഓഫ് മാർക്കറ്റിംഗ് ആണ് ചെയ്യാറുള്ളത്? ഞാൻ മാർക്കറ്റിംഗ് പണ്ട് മുതലേ ഉണ്ട്. പണ്ട് കാലത്ത് ഫാക്സിൽ എൻ്റെ ഇപ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഓരോ കമ്പനിക്ക് ഫാക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ കാലം കഴിയുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. AI മറ്റേതും മറിച്ചതും. ഇപ്പോൾ SEO ഒക്കെ നിന്ന് തുടങ്ങി. ഇപ്പോൾ AI സജസ്റ്റ് ചെയ്യുന്ന ഷോപ്സിലോട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് ഏസ് ഓട്ടോ മെയിൻ്റനൻസ് ഉണ്ട്, നമ്മുടെ വർക്ക്ഷോപ്പുകളുണ്ട്, പിന്നെ ടയറുണ്ട്, സ്റ്റീൽ ഫാബ്രിക്കേഷൻ, വണ്ടികളുടെ കാർഗോ ബോഡി മാനുഫാക്ചറിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു 3 years ആയിട്ട് പാർട്സ് എടുക്കുന്നത് മോസ്റ്റ് ട്രസ്റ്റഡ് പാർട്ട്ണർ അക്മൽ ഗ്രൂപ്പ്. അത് അത് ഈ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നെറ്റ്വർക്കായി വർക്ക് ചെയ്യണം. ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് പാർട്സ് എടുക്കുന്നത് എനിക്കൊരു വിശ്വാസമുണ്ട്. അതായത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് തരൂല, അല്ലെങ്കിൽ മിക്സ് ഉണ്ടാവില്ല, കാര്യങ്ങൾ ഉണ്ടാവും. അത് കീപ്പ് ചെയ്യണം. അത് നിന്നെങ്കാട്ടിയും നിന്റെ ഉപ്പാനാണ് എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ചെയ്യൂല നമുക്ക്. അത് യു ഹാവ് ടു ഷോ ഇറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന് വി മേക്ക് ഷുവർ നമ്മളിപ്പോൾ തേർഡ് പാർട്ടി അജ്മാനിന്ന് അവിടെ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ ട്രസ്റ്റഡ് സബ് ഡീലേഴ്സ് നമ്മൾ വാങ്ങാറുള്ളൂ. ഈവൻ ടയേഴ്സ് ആണെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ ഡീലറിൽ നിന്ന് വാങ്ങാറുള്ളൂ. ഇമ്പോർട്ടഡ് ടയറും ഇതൊന്നും വാങ്ങാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 years ആയിട്ടൊരു ഷെല്ലിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ കുറേ നമ്മളൊരു ഇൻസെക്യൂരിറ്റി തടി കൂടി 10-12 കിലോ കൂടി, പിന്നെ ബിസിനസ് ഫൗണ്ടേഷൻ, അതിൻ്റെ കുറേ പരിപാടികൾ, ഒരു പുതിയ ബ്രാഞ്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിനെ പറ്റി വലുതായിട്ട് ചിന്തിച്ചിരുന്നില്ല. ബട്ട് എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ബ്രാൻഡിനെയാണ് ഇപ്പോൾ മാർക്കറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ബ്രാൻഡിനല്ല മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ബ്രാൻഡ് ഓണറെയാണ്. അതായത് അപ്പോൾ കുറേ കൂടി ട്രസ്റ്റ് ഉണ്ട്. പണ്ട് അറ്റ്ലസ് രാമേന്ദ്രൻ പറയില്ലേ, ജനകോട്ടികളുടെ വിശ്വസ്ഥാപനം എന്ന് പറയുമ്പോൾ ആളുടെ ഫേസാണ് അറ്റ്ലസ് എന്ന് പറയുമ്പോൾ വരിക. ജോയ് ആലിക്കോസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരിക. യൂസഫ് അലി എന്ന് പറയുമ്പോൾ യൂസഫ് അലി സർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലുലുവിന് വരുന്ന പോലെ, KFC മറ്റേ കേണലിന് വരുന്ന പോലെ നമ്മുടെ ബ്രാൻഡ് ഫേസ് നമ്മുടെ ബ്രാൻഡ് നെയിം ആയിരിക്കണം. അപ്പോൾ
ഇനി മുതൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നീ സോപ്പ് വിറ്റാലും ആൾക്കാർ വാങ്ങും. ഇപ്പോൾ റോഷൻ സോപ്പ് വിറ്റാലും നീ വാങ്ങും, പെർഫ്യൂം ഇറക്കിയാലും വാങ്ങും, എന്ത് സാധനം ഇറക്കിയാലും വാങ്ങും. അപ്പം അത് പക്ഷേ ഇതിൽ നെഗറ്റീവ്സ് വന്നാല ഇപ്പം ബ്രാൻഡിങ്ങിനിടയിൽ നമ്മൾ ഇപ്പോൾ വീഡിയോസ് ഇറക്കി ക്ലിക്കായില്ല, അവനെന്താ ചെയ്യണത് ഇവനെന്താ ചെയ്യണത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്നല്ല നോക്കുന്നത്, അതൊരു കമൻ്റാണ്, അതൊരു എൻഗേജ്മെൻ്റ് ആണ്. ആ എൻഗേജ്മെൻറ്റ് നിൻ്റെ വീഡിയോക്ക് നല്ലതാണ്. മനസ്സിലാവും. ഇപ്പോൾ ഒരു ചെടി വളരാൻ മറ്റേ പാത്രം കഴിക്കുക വെള്ളം ഒഴിച്ചാലും സാധാ വെള്ളം ഒഴിച്ചാലും എന്തൊഴിച്ചാലും ചെടി വളരും. മനസ്സിലായി. അപ്പം അത് നമുക്ക് ഗ്രോത്തിനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ് അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റില്ലടാ. ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഈ സാധനം ഇട്ട തന്നെ നമ്മളെ കളിയാക്കി എത്ര ആൾക്കാരുണ്ടാവും. അത് ഇത് ഇവ ഭയങ്കര അത് ഇത് അങ്ങനെ ഇങ്ങനെ ഇരിക്കണേ പോഡ്കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അതാണ് കാര്യം. മാർക്കറ്റ് ചെയ്യുമ്പോൾ നിന്റെ കണ്ടൻസ് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഒരു 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 പ്രൊഡക്റ്റിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഏത് ലെവലിൽ വരെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതൊന്നും നോക്കാം. മാർക്കറ്റ് ചെയ്യണത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ മാർക്കറ്റിലേക്ക് നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നല്ല ഓപ്ഷൻ. നിന്റെ ബ്രാൻഡ് അവയർനെസ് വരണമല്ലോ, നിങ്ങൾ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ കുറേ ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റിംഗ് എന്തിനാ ചെയ്യണത്, വെറുതെ എന്തിനാ ചെയ്യണത്, പൈസ മുടക്കല്ലേ, കുറേ ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലേ, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പ്രൊഡക്റ്റിന് ഓരോ മാർക്കറ്റിംഗ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്പെയർ പാർട്സ് ആണ്, നിങ്ങൾ ലുലു പോയി ഫ്ലെയർ കൊടുത്തുകൊണ്ട് ആരും വാങ്ങൂല. കാരണം അതൊരു റോങ് സ്ഥലത്ത് നിങ്ങൾ പോയി മാർക്കറ്റ് ചെയ്യും. നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടാർഗറ്റഡ് ഓഡിയൻസ് ഏത് സെഗ്മെൻറ്റിലേക്കാണ് ഇത് പോകേണ്ടത്. കാർ ഓടിക്കുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജർമ്മൻ പാർട്സ് ചെയ്യുന്നുണ്ടല്ലോ, ഹൈബ്രിഡിൽ എന്തോ ഒരു ബ്രാൻഡിൽ ഹൈബ്രിഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് എത്തണം ഈ സംഭവം. അപ്പോൾ ടാർഗറ്റഡ് മാർക്കറ്റിംഗ് കറക്റ്റായി ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാവും. റവന്യൂ ഉണ്ടാവാനല്ലേ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മൾ 5000 ദിനം സാലറിക്ക് ജോലിക്ക് വെച്ചു മാർക്കറ്റിങ്ങിന്, അതേ പ്രൊഡക്ടിവിറ്റി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വിസയുടെ കോസ്റ്റ് ഇല്ല, കാര്യങ്ങളില്ല, ആൾക്കാരെ ഹയർ ചെയ്യണ്ട, മാനേജ് ചെയ്യണ്ട, റിസോഴ്സസ് കൊടുക്കണ്ട, പെട്രോൾ കൊടുക്കണ്ട, അക്കോമഡേഷൻ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഈ സ്പോൺസർഷിപ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അത് ബ്രാൻഡ് വാല്യൂ കൂട്ടാനില്ല. ഇതുവരെ സ്പോൺസർഷിപ്പിൽ നിന്ന് അതെന്താ കാര്യം വെച്ചാൽ നമ്മളെ പാരൻസിന് നോ പറയാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ടീം വന്നിട്ട് ഞങ്ങളുടെ ബാനറിൽ നിങ്ങളുടെ ലോഗോ അടിക്കണം എന്ന് പറയുമ്പോൾ 5000 വേണം 6000 വേണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൊടുക്കും. അത് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക്. അല്ല, അത് ബ്രാൻഡ് വാല്യൂ കൂട്ടണോ കുറക്കണോ? നീ ഇപ്പൊ എത്ര ഓണാഘോഷത്തിനൊക്കെ പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞുതരാം. എത്ര നീ ആ ബോർഡിൽ ഇഷ്ടംപോലെ ഒരു ലോഗോകൾ കാണും, അതിൽ എത്ര ലോഗോ നീ ശ്രദ്ധിക്കണ്ടാവും. മേ ബി ഒരു ടൈറ്റിൽ സ്പോൺസർ നമ്മൾ നോക്കണ്ടാവും, അതിൽ ഇഷ്ടംപോലെ പൂക്കൾ ഇട്ട പോലെ കുറെ ലോഗോസ് ഉണ്ടാവും, നമ്മളത് നോക്കൂല. എനിക്ക് പേഴ്സണലി ഇതുവരെ അതിൽ നിന്നൊരു റവന്യൂ ഒന്നും വന്നിട്ടില്ല, ഒരു ബ്രാൻഡ് അവയർനെസ് വന്നിട്ടില്ല. അത് ഒരു നല്ല മനസ്സിൻ്റെ ഒരു ഇതാണ്. അതായത് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നോ പറയാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് പറയും കേട്ടോ, നമ്മുടെ അടുത്ത് പറയാം, അത് അത്ര ഉള്ളൂ. കാരണം അത് നമ്മുടെ അടുത്ത് ഒരു വേറൊരു ഫ്രീഡം ഉണ്ട്, അതാണ് കാര്യം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അബുദാബിത്തെ സുഹൈൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ മാർക്കറ്റിംഗ് സ്റ്റാർ ആണ്, അല്ലല്ല പള്ളൻ, അവൻ്റെ പേരാണ് സുഹൈൽ. അങ്ങനെയായിട്ട് അവനോട് ഞാൻ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ച്, ബ്രോ നമുക്കിങ്ങനെ മാർക്കറ്റിങ്ങിന് എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ വീഡിയോസ് മാത്രം ഇട്ട് കാര്യമില്ല അല്ലേ, അത് മാത്രം, അപ്പോൾ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ നമ്മൾ ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞോട് ഈ മോഡിഫൈഡ് കാസിനിൽ സ്റ്റിക്കർ അടിക്കുക, ഈ മോഡിഫൈ ചെയ്ത കാറുകളില്ലേ അതിൽ സ്റ്റിക്കർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രാൻഡ് സ്റ്റിക്കർ അടിക്കുക. അപ്പോൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ കുറേ ആൾക്കാർ കാണും, അത് ബ്രാൻഡ് വാല്യൂ കൂട്ടും എന്നുള്ളത്. അത് നല്ലൊരു ഓപ്ഷനാണ് ഇക്കട അഭിപ്രായത്തിൽ. നമ്മുടെ ഐ കാച്ചിങ് ആയി എന്തിലും നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഒരു ഫേമസ് പെർഫ്യൂം ചെയ്യുന്ന ഒരാളുടെ ഒരു വണ്ടി നാട്ടിൽ വൈറലായിക്കൊണ്ടിരില്ലേ, യൂസഫ് ഭായിയുടെ നമ്മൾ ഇതാണ് അതൊക്കെ ചെയ്തല്ലേ. പക്ഷെ അത് ഇങ്ങനെ ചെയ്ത് കുറെ വൈറലൊക്കെ ആയി കുറെ മില്യൺസ് വ്യൂസ് ഒക്കെ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ബ്രാൻഡിങ് എവിടെയില്ല, നമ്മൾ ചെയ്യുന്ന ആരും അറിയൂല. യൂസഫ് ഭായിനോട് പറ. യൂസഫ് ഭായ് അല്ല, യൂസഫ് ഭായ് അല്ല, യൂസഫ് ഭായ് എപ്പോഴും നമ്മളെ ഫുൾ സപ്പോർട്ട് അല്ല, ആള് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എപ്പോഴും ആള് പറയും നിങ്ങൾക്ക് ഷൂട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ആളുടെ ഭാഗത്ത് പക്കയാണ്. അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല, ഡെലിവറി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു ഐ ഓപ്പണിങ് സംഭവങ്ങളാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഷെല്ലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങണം, പൊളിക്കണം. കാരണം അതാണ് കാര്യം, എക്സിക്യൂട്ട് ചെയ്യണം. ഐഡിയാസ് ഇപ്പോൾ 100 ഐഡിയ ഉള്ള ആൾക്കാരുണ്ട്, അതിൽ 10 ആള് അല്ലെങ്കിൽ 100-ൽ 1 ആളാണ് ബിസിനസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഫിയർ ഓഫ് ഫെയിലിയർ ആണ്.
അവർക്ക് അവരെ കംഫർട്ട് സോൺ വിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ 2000 രൂപ 1000 രൂപയ്ക്കൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കംഫർട്ട് സോണിന് പുറത്ത് വരലാണ്. നമുക്കവിടെ ഇവിടെ പഠിച്ച പിള്ളേർക്ക് മിനിമം നമുക്കൊരു ഒരു സാലറി ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ആ സാധനം വിട്ടിട്ട് ഇവിടെ നമ്മുടെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ വി ആർ ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ്. ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണോ അതോ നോളജ് ആണോ ഇമ്പോർട്ടൻറ്റ്? രണ്ടും ഇമ്പോർട്ടൻ്റ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ബിസിനസ് സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് വേറൊരു ലെവലാണ്. പക്ഷേ ഞാൻ IIMൻ്റെ പ്രൊഡക്റ്റാണ്, ഞാൻ മറ്റേ ബിറ്റ്സ് പില്ലാനിയുടെ പ്രൊഡക്റ്റാണ്, ഹെരിറ്റ് വാട്ടറിൻ്റെ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞിട്ട് ജോലി കിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ ഇപ്പോൾ നീ പറയാണ് IIM പ്രൊഡക്റ്റ് എന്നിട്ട് CV കൊടുത്തിട്ട് കാര്യമില്ല. വേറെ നീ പറയണം നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ ഇത്ര സെയിൽസ് കൂട്ടിത്തരാം, നിങ്ങളുടെ കമ്പനിയുടെ കോസ്റ്റ് കട്ടിങ് ഞാൻ ഇത്ര ആക്കി തരാം. അങ്ങനെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുക. ഇനിയുള്ള കാലത്ത് ഈ CV അക്കാഡമിക്സ് ഒക്കെ കുറേ കഴിഞ്ഞാൽ പോകും. കോമ്പിറ്റൻസ് ബേസ്ഡ് ജോബായിരിക്കും. ഒരു 5 years ഫ്രം നൗ റോഷൻ എവിടെയാണ് റോഷൻ കാണുന്നത്? എവിടെ എത്തും? എന്താണെന്ന് എൻ്റെ പ്ലാൻ? അല്ല, എനിക്ക് ആ ഒരു എയിമുള്ളൂ, എൻ്റെ ബിസിനസ് വളർത്തണം, ഹാപ്പി ഫാമിലി. ഇതിൽ സംഭവം എന്താ വെച്ചാൽ ഈ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ ഭയങ്കര സ്ട്രോങ്ങാണ്. അതായത് നമുക്ക് ഇപ്പോൾ നീ ഇപ്പോൾ 5 years കഴിഞ്ഞ് എന്താവും എന്നുള്ളത് നീ ഇപ്പോൾ തന്നെ വിഷ്വലൈസ് ചെയ്യണം. ഇപ്പോൾ പറയാണ് എനിക്ക് ഐ വിൽ ബി ഡ്രൈവിങ് എ റേഞ്ച് റോവർ ഓർ റോൾസ് റോയ്സ്. അത് വിഷ്വലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നിൻ്റെ ഗോൾസ് നീ എല്ലായിടത്തും എഴുതി വെക്കണം. ആ എഴുതി വെക്കുമ്പോൾ അത് നടക്കാനുള്ള ചാൻസ് വളരെ. എൻ്റെ പേഴ്സണലി ഞാൻ പറയാണ്, ഞാൻ 3 years മുന്നേ കണ്ട മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യണം. ദാറ്റ് ഐ ഡിസേർവ് ദിസ്, എനിക്കത് പറ്റും, ഞാനത് അച്ചീവ് ചെയ്ത്, ഐ ഡിസേർവ് ടു ബി മില്ലിയനിയർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം എത്തിയിരിക്കും. ഇത് ഞാൻ കുറേ പോഡ്കാസ്റ്റുകളും കുറേ മില്ലിയനിയേഴ്സും കുറേ സക്സസ്ഫുൾ ആൾക്കാരുടെ കാര്യങ്ങൾ കേട്ടിട്ടുള്ള സംഭവമാണ്. പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ ഇസ് റിയൽ. അതിനൊരു ടെക്നിക്കും ഉണ്ട്. നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഫെയ്ത്ത്, പ്രയർ കാര്യങ്ങൾ. നമ്മൾ പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കും, പഠിച്ചോ നമുക്കത് നടത്തി തരും. അതുപോലെ നമ്മൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നീ മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്ക് മന്ത്ലി ഒരു വലിയൊരു ഇത്ര $1 million ബിസിനസ് വേണം, അടുത്ത വർഷമാകുമ്പോഴത്തേനും എൻ്റെ ബാങ്കിൽ $1 million ഉണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് ഇത്രയും ആൾക്കാരായിട്ട് ഞാൻ നെറ്റ്വർക്ക് ചെയ്തിരിക്കും. ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്താലാണ് നമുക്കൊരു ക്ലാരിറ്റി വേണം. അപ്പോഴാണ് നമ്മളവിടെ എത്തുള്ളൂ. ഞാൻ കുറേ കാലം വിചാരിച്ചിരുന്നു, നമ്മൾ സെൽഫ് ഡൗട്ട് ഉണ്ടാവുമല്ലോ, നമ്മൾ പോരാ, നമ്മൾ കാണാൻ ലുക്കില്ല, അതില്ല ഇതില്ല, നമ്മൾ തടിച്ചിട്ടാണ്, അതാണ് ഇതാണ്, ക്യാമറ ഫേസ് ഇല്ല, സംസാരിക്കാൻ നല്ല വോയിസ് ഇല്ല. ചില ആൾക്കാർ പറയും എൻ്റെ വോയിസ് മറ്റേ വിനയ് ഫോർട്ടിൻ്റെ പോലത്തെ വോയിസ്. ആരും പറഞ്ഞില്ല. അല്ല, അതെന്താ അറിയാം, കാലത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ മറ്റേ ഫോൺ എടുത്ത് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നമുക്ക് സാധാരണ പോഡ്കാസ്റ്റിന്റെ വോയിസ് ഒക്കെ ഭയങ്കര ഹൈ ബേസ് മറ്റേ മാൻലി സാധനങ്ങളായിരുന്നു. ചില നമുക്ക് തന്നെ നമ്മുടെ വോയിസ് ഇഷ്ടമല്ലല്ലോ. ജിമ്മി പോകാനൊക്കെ ടൈം ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ എനിക്ക് ഞാൻ രാവിലെ 8 മണിക്ക് പോയി എല്ലാ മില്ലേനിയേഴ്സും എല്ലാ ഹൈ ലെവൽ ആൾക്കാരും 5 AM ക്ലബിലുള്ള ആൾക്കാരാണ് കൂടുതലും. ഒരു 5 മണിക്ക് അടിക്കും. 5 മണിക്ക് എനിക്ക് നിന്റെ പ്രയറും പരിപാടിയൊക്കെ കഴിഞ്ഞ് നീ ജിമ്മിലൊക്കെ പോയി. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആരാണ് 5 AM എനിക്ക് ഉണ്ടാവും, പക്ഷെ ആരാ നേരത്തെ കിടന്ന് ഉറങ്ങണത്? സക്സസ്ഫുൾ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സക്സസ് അല്ല. നീ അങ്ങനല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാരും രാത്രി ലേറ്റ് നൈറ്റ് കിടക്കണം. അറൌണ്ട് 12 AM 1 AM 2 AM. അതെന്താ ചെയ്യണത്? അല്ല, എല്ലാരും റീൽസ് കൊണ്ടിരിക്കും. അതിലൊരു ഓപ്ഷൻ ഉണ്ട് ഫോണിൽ, ഈ സോഷ്യൽ ഇതുപോലെ നമുക്ക് മറ്റേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഭയങ്കര അഡിക്റ്റഡ് അല്ലേ? അതൊരു അഡിക്ഷൻ അല്ലേ? അത് ഫേക്ക് ഡോപ്പമൈൻ ആണ്. ഈ ചെറിയ 10 സെക്കൻഡിൽ നമുക്ക് സന്തോഷം. എത്ര മണിക്ക് കിടക്കാറുള്ളത്? ഞാനിപ്പോ തന്തവൈബായി. ഞാൻ മാക്സിമം ഒരു 10:30 കിടന്നു തുടങ്ങി എന്ന് വിചാരിച്ച് ഞാൻ 5 മണിക്ക് എണീറ്റ് തുടങ്ങിയെന്നല്ല. ബട്ട് ഐ എം ട്രൈങ്. അതിന് പ്രോസസ്സാണ്. ഇനിയിപ്പോൾ വർക്കൗട്ടും പരിപാടിയൊക്കെ സ്റ്റാർട്ടാക്കണം, പരിപാടികൾ പതുക്കെ സെറ്റാക്കണം. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ പോഡ്കാസ്റ്റും പരിപാടികളൊക്കെ. ഞാനും കിടന്നുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ജെൻസി പിള്ളേരുടെ അടുത്ത്? അല്ല, എനിക്കൊന്നും പറയില്ല. എന്താ പറഞ്ഞെടുത്തോ? അല്ല, ഞാൻ എന്താ പറയുക, ഉപദേശിക്ക്. നമ്മ അവസാനം എന്നെ വലിയ ഉപദേശിച്ചാൽ മതി. ഞാനിതില്ല, ഞാനിപ്പോഴും ജെൻസിയാ. അല്ല, അതിൻ്റെ അടുത്ത് ഞാൻ മറ്റേ ആദാമിന്റെ കാലത്ത് എൻ്റെ ഫ്രണ്ട്സ് മൊത്തം ജെൻസി പിള്ളേരാണ്. എനിക്ക് കാരണം
നമ്മുടെ ഫ്രണ്ട്സ് ഒന്നില്ലെങ്കിൽ ജെൻസി ആയിരിക്കണം, സെയിം ടൈം ഒരു 60s ഉള്ള ആൾക്കാരായിരിക്കണം. രണ്ട് മൈൻഡ് വേണം. അപ്പോൾ നമ്മൾ ഫുൾ അപ്ഡേറ്റഡ് ആയിരിക്കും, പിന്നെ അവരുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒരുപാട് നമ്മളിങ്ങനെ പ്രഷറൈസ് ചെയ്ത് സക്സസിൻ്റെ പിന്നാലെ ഓടണ്ട. എൻജോയ് ദറ്റ് പ്രോസസ്സ്. നമ്മൾ സക്സസ്ഫുൾ ആവാനുള്ള പ്രോസസ്സ് എൻജോയ് ചെയ്യുക, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് വരും. നീ ചെയ്യണ വർക്ക് നീ എൻജോയ് ചെയ്യണം. നാളെ കാലത്ത് നീ പണിക്ക് പോകണമല്ലോ, പണ്ടാരും അങ്ങനെ കൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്ന് ഗായ്സ്, എന്തായാലും രാത്രി നമുക്ക് കണ്ട് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഇത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഇല്ല, നമുക്ക് നമ്മളെ ഓൺ ലൈഫ് കാര്യങ്ങൾ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ വേറെ സംഭവം കേട്ടാ, പോഡ്കാസ്റ്റ് റൂം ഇവിടെ ഫ്യൂച്ചർ എക്സിലുണ്ട് കേട്ടാ, ആണ് ഇവിടെ വന്നോ. അപ്പോൾ എന്തായാലും ഗൈസ്, താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതെ, വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുമോന്ന് അറിയില്ല. ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രയലാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വീട്ടുകാർ പുറത്താക്കിയില്ലെങ്കിൽ നമുക്കൊരു ബെഡ് സ്പേസും പരിപാടിയൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരണം. ഒന്നും പറയാൻ പറ്റില്ല. ഈ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ ചിലപ്പോൾ നമ്മൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ് സ്പേസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.